ഹായ് ഗായത്രി. എങ്ങനെയുണ്ട്? ഈ ഒരു നോ ഗോൾഡ് വെഡിങ് ആണ് എൻ്റെ 2025 തുടങ്ങുന്നത്. ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു മൂവ്മെന്റിലോട്ട് വരട്ടെ. വാട്ട് ഈസ് യുവർ മേക്കപ്പ് ചോയ്സ്? എൻ്റെ സ്കിൻ ടോണിൽ വെച്ചിട്ട് തന്നെയുള്ള സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് മതി. ഈ ഒരു സാരി സെലക്ട് ചെയ്യാനുണ്ടായ റീസൺ? ഗോൾഡ് അല്ലാത്തത് കൊണ്ട് ഇത് ടോട്ടലി എങ്ങനെ വരുമെന്ന് അറിയില്ല, പക്ഷേ മേക്കപ്പ് ഈ ലുക്കിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ശരി. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ് ആണ്. ഇന്ന് ഞാനിവിടെ ഉള്ളത് വർക്കലയിലാണ്. അപ്പം 2025 എൻ്റെ ആദ്യത്തെ ബ്രൈഡൽ മേക്ക് ഓവറിനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൂടുതൽ വിശേഷവും കൂടുതൽ ട്രെൻഡിങ് മേക്ക് ഓവറുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2025 എന്നെ കാണാം. സ്റ്റേ ട്യൂൺ. അപ്പം ഇന്നത്തെ എൻ്റെ ഹാപ്പി ആക്കാൻ പോകുന്ന ബ്രൈഡ് വേറെ ആരും അല്ല, ഗായത്രി. ഹായ് ഗായത്രി. ഗായത്രി ഇങ്ങനെ ചെറുതായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ടിൻഡു ബദ്രനുണ്ട്, എൻ്റെ ഫുൾ ടീമുണ്ട്. അപ്പോൾ എന്താ ഗായത്രി, ഹൗ യു ഫീൽ നൗ? ഹാപ്പി ന്യൂ ഇയർ അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പം എന്ത് ടെൻഷൻ ഉണ്ടോ? വാട്ട് യു ഡു? ഞാൻ ഡോക്ടറാണ്. MBBS കഴിഞ്ഞു, PG പ്രിപ്പയർ ചെയ്തോട്ട്. എവിടെയാണ്? ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ശരി. ഒറ്റ സിംഗിൾ ഡോക്ടറാണോ? അല്ല, ഒരു ബ്രദറാണ്. വാട്ട് ഈസ് ഡൂയിങ്? പഠിക്കുക. ഡോക്ടറാണ്, ഇന്റേൺഷിപ്പ് ചെയ്തോണ്ട്. എൽഡറാണ്. എങ്ങനെയാണ്? അപ്പോൾ നമുക്കിനി ഗായത്രിയുടെ കൂടുതൽ വിശേഷത്തിലോട്ടും കൂടുതൽ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം അല്ലേ? ഒരു സ്റ്റേ ട്യൂൺ പറഞ്ഞു. ഇപ്പോൾ ഗായത്രി, ലൈക്ക് വാട്ട് ഈസ് യുവർ മേക്കപ്പ് ചോയ്സ്? എങ്ങനെ വേണം മേക്കപ്പ്? ഒത്തിരി എൻ്റെ സ്കിൻ ടോണിൽ വെച്ചിട്ട് തന്നെയുള്ള സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് മതി. ശരി. വൈ യു സെലക്ടഡ് ഇറ്റ്? ബിക്കോസ് ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ മുഖത്ത് അത് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാവാം. ബിക്കോസ് എനിക്ക് ഗായത്രിയുടെ വന്ന് കണ്ടപ്പം ഏറ്റവും കൂടുതൽ എന്നെ ഹൈലൈറ്റ് ചെയ്തൊരു വെഡിങ്ങിൽ തന്നെ 2025 ആണ്. ഒരു 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 എല്ലാവരും മാറ്റത്തിലാണല്ലോ അല്ലേ? നമ്മളെല്ലാവരും മാറ്റത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അപ്പം എനിക്കിന്ന് ഗായത്രിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാരി. Why you selected this saree? The reason why you selected എന്ന് ഞാൻ ചോദിക്കാൻ പറ്റില്ല. ഈ ഒരു സാരി സെലക്ട് ചെയ്യാനുണ്ടായ റീസൺ എന്താ? അത് ആക്ച്വലി ഞാൻ സാരി സെലക്ട് ചെയ്യാൻ പോയത് എൻ്റെ ഫിയാൻസിയുടെ വീട്ടുകാരുടെ കൂടെയാണ്. അപ്പം അവർക്ക് ഇങ്ങനെ ഈ ടിപ്പിക്കൽ ആ റെഡ് കളർ മാറ്റി പിടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പം അങ്ങനെ ഈ കളർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ചൂസ് ചെയ്തതാ. അപ്പം ഞാനും ആലോചിച്ചു ഇങ്ങനെ റെഡ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. എന്ത് ഡിസൈനാണ് ഈ ഒരു ഇതേതാ പ്രോപ്പർ കളർ? ആൾക്കാർക്ക് വീഡിയോയിൽ ചിലപ്പോൾ പല കളറായിട്ട് തോന്നാം. ഇത് അവിടുന്ന് പറഞ്ഞത് പീകോക്ക് ഗ്രീൻ എന്നാണ്. പീകോക്ക് ഗ്രീൻ. അപ്പോൾ പീകോക്ക് ഗ്രീൻ ആണ് നമുക്ക് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ വർക്ക് എന്ത് വർക്കാണ്? അത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ബട്ട് നൈസ്. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ജെറി വർക്ക്സ് ഒക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതിൽ സിൽവർ കളറാണ് അല്ലേ? അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു. അതെ, സിൽവർ കളർ സാരി ആയതുകൊണ്ടാണ് അതിന് ഇങ്ങനത്തെ ജ്വല്ലറി ചൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സെലക്ഷൻ ജ്വല്ലറിക്ക് വെച്ചു? ഇപ്പം നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്കും ഒരുപാട് പേർക്കും ഇങ്ങനെ പറയുമ്പം ഒരു മുഖച്ചുളിവ് ഉണ്ടായിരുന്നു. വീട്ടുകാർ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു? വാട്ട് യു മേക്ക് ടു സെലക്ട് ദിസ്? വീട്ടിൽ ആദ്യം അത്ര സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പറയുന്നത് എല്ലാവരും അതെന്താ ഗോൾഡ് ഇടാത്തത്, ഇടുന്നതാ നല്ലത് എന്നുള്ളൊരു ടോക്കായിരുന്നു കൂടുതൽ. ഞാൻ പിന്നെ ഭയങ്കര സ്ട്രോങ് ആയി നിന്നുകൊണ്ട് മാത്രമാണ് ഇത് വീട്ടിലും ഓക്കെ പറഞ്ഞത്. നല്ല കാര്യം. ലൈക്ക് ഈ ഒരു നോ ഗോൾഡ് വെഡിങ് ആണ് എൻ്റെ 2025 തുടങ്ങുന്നത്. ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു മൂവ്മെന്റിലോട്ട് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എൻ്റെ ഫിയാൻസിയും പുള്ളിയുടെ വീട്ടുകാരും എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിന്. അത് ശരി. എവിടുത്തെ അവര്? അവര് കൊല്ലംകാര്. കൊല്ലത്തെവിടെ? കൊട്ടിയം. എനിക്ക് പിന്നെ എല്ലാ ബ്രൈഡ്സിൻ്റെ അടുത്തും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മിക്കവരും കല്യാണ സമയമാകുമ്പോഴത്തേക്ക് ഫേഷ്യൽസ് ഒക്കെ ചെയ്ത് സ്കിന്നെല്ലാം നല്ല അടിപൊളിയായിട്ട് വെക്കാറുണ്ട്. പലരും എൻ്റെ അടുത്ത് തന്നെ വന്ന് ചെയ്യാറുണ്ട്. ഈ ഗായത്രിയും എൻ്റെ അടുത്ത് തന്നെ വന്ന് ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണ തലേ ദിവസം മിക്ക കുട്ടികളും ഉറങ്ങാറില്ല കേട്ടോ. ഇപ്പം 1 മണിക്കൂർ, അരമണിക്കൂർ ഉറങ്ങിയാത്ത കുട്ടികൾ വരെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ തലേ ദിവസമൊക്കെ വലിയ വലിയ ഈവൻറ്റ്സ് നടക്കുന്നതാണ്. അപ്പോൾ മാക്സിമം എൻ്റെ റിക്വസ്റ്റ് ആണത്, തലേ ദിവസത്തെ ഈവെൻറ്റ് ഒന്നുകിൽ തലേ ദിവസം ഈവെൻറ്റ് വെക്കാതിരിക്കുക, അല്ലെങ്കിൽ വെക്കുവാണെങ്കിൽ ഒരു ലേറ്റ് നൈറ്റിലോട്ട് പോകാത്ത ഈവെൻ്റ് ആക്കണം. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, മിക്ക കുട്ടികളും ടയേർഡാവും. നമ്മൾ വെളുപ്പിനൊക്കെ ഒരുങ്ങണം, തലേ ദിവസം ഉറങ്ങാതിരിക്കും. അങ്ങനെ ആ ഒരു ടയർഡ്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അത് ഞാൻ ഈ പറയുന്നത് തന്നെ ആയിരിക്കും യോജിപ്പെന്ന് എൻ്റെ വിശ്വാസം. അപ്പം ലേറ്റ് നൈറ്റിലോട്ട് പോകാതിരിക്കുക, തലേദിവസം അവോയ്ഡ് ചെയ്യാം, അന്നവർ റെസ്റ്റ് ചെയ്യിപ്പിക്കുക. പാരൻസ് അതെനിക്ക് തന്നെ ബ്രൈറ്റ്സും കേട്ടോ, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി പറയുന്നതാണ്. ഇപ്പം ഗായത്രി ഈസ് ഹെൽത്തി നാം, പക്ഷേ ഇതെനിക്കിപ്പം ഓർമ്മിച്ച്, ഗായത്രി എന്നാലും ടയർഡാണല്ലേ ഗായത്രി? ഇന്നലെ എത്ര മണിക്ക് തീർന്നു ഫംഗ്ഷൻ? ഇന്നലെ ഫംഗ്ഷൻ നേരത്തെ കഴിഞ്ഞു, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. അത് എക്സൈറ്റ്മെന്റും കൂടെ കുറച്ചില്ലേ? എല്ലാ ബ്രൈഡ്സിനും എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊരു ബ്രൈഡൽ എക്സൈറ്റ്മെന്റിന്റെ ഭാഗമാണ്. എല്ലാരും ഡോക്ടേഴ്സ് ആണ്. എങ്ങനെയുണ്ട്? കല്യാണം കഴിച്ചില്ലല്ലോ ആരും? സന്തോഷം. അപ്പൊ ഡേറ്റ് ചോദിക്കണം ഏട്ടൻ്റെ അടുത്ത് കേട്ടാ. തൃശ്ശൂരാണ്. നിങ്ങളാ രണ്ടുപേരും? ആ, ബാക്കി റെഡിയാക്കി തരാം. കാണാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ട് സാർ? സൂപ്പർ സൂപ്പർ. ഇത്രയും നേരം മോളെ പരിചയപ്പെട്ടു, ഇനി അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. പോലീസിൽ ഇപ്പോൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറലാണ്. ശരി. എവിടെ? തിരുവനന്തപുരത്ത്. അത് മോള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് വന്നത്. അപ്പൊ സാറിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, മോള് മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായില്ല? ഏറ്റവും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതായത് നാച്ചുറൽ ഇതിന്റെ ലെവലിൽ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നെ ഇംപ്രസ് ചെയ്യിപ്പിച്ചതും സന്തോഷം തോന്നിയതും ഇതൊരു നോ ഗോൾഡ് വെഡിങ് ആയതാണ്. ഇപ്പൊ നമ്മളെല്ലാ ദിവസവും എന്തൊക്കെ കാണുന്നു, ഞാൻ തന്നെ എത്രയോ കിലോ കണക്കിന് സ്വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ രാവിലെ കണ്ടപ്പോൾ മുതൽ എന്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം തന്ന കാര്യം ഇതാണ് കേട്ടോ. അതെന്റെ മോളുടെ ഒരു ടഫസ്റ്റ് തീരുമാനമായിരുന്നു. മോളുടെ മാത്രമല്ല, നിങ്ങൾ സമ്മതിച്ചല്ലോ. ഏറ്റവും നല്ല തീരുമാനം അല്ലേ സാർ? അപ്പൊ ഈ ന്യൂ ഇയറിലെ എന്റെ ന്യൂ ഇയർ കുട്ടി, ഹൗ യു ഫീൽ നൗ? ഐ എം വെരി ഹാപ്പി. എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി നാച്ചുറൽ ലുക്കിംഗ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര 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 നല്ലത്. സത്യമാണ്. എനിക്ക് ഈ
ഗോൾഡ് അല്ലാത്തത് കൊണ്ട് ഇത് ടോട്ടലി എങ്ങനെ വരുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ മേക്കപ്പ് ഈ ലുക്കിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് ശരി. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അച്ഛൻ്റെ കോംപ്ലിമെന്റ്, അച്ഛൻ്റെ ഡെസിഗ്നേഷൻ എന്തായിട്ട് വരുന്നത്? അച്ഛൻ ഇപ്പോൾ IPS ആണ്. ADGP ഓഫീസിലൂടെ ട്രിവാൻഡ്രത്ത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ എന്നുള്ള പോസ്റ്റിലേക്ക്. വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കുറച്ച് മുമ്പ് ജെന്യുവിൻ ആയിട്ട് ഒരു റിവ്യൂ തന്നത്. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ആ റിവ്യൂ തന്നെ ഇനി ലോകം ഫുള്ളും മോളെ കാണുമ്പോൾ പറയട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ അല്ലേ?